ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെറാസ് കളക്ഷൻ. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നത് പോലെ നമ്മൾ സാറ്റർഡേ ഓർ സൺഡേ ഓർ സാറ്റർഡേ ആൻഡ് സൺഡേ ബോത്ത് ഡേയ്സ് എങ്ങനെയാണെങ്കിലും നമ്മൾ സാറ്റർഡേ സൺഡേ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ സാരീസിൻ്റെ വീഡിയോ ഇനി അന്ന് മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാതെ ഇട ദിവസങ്ങളിൽ ഇപ്പോൾ സാരി നമ്മൾക്ക് അത്രയും ഒരു ഡിമാൻഡിലും എൻക്വയറിയിലും വരുന്നില്ലാത്തത് കൊണ്ടാണ് ഞാനത് കുറച്ചത് കേട്ടോ. പക്ഷേ സാരി വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ അവരെ ഡിസപ്പോയിൻറ്റ് ചെയ്യാനും എനിക്ക് വയ്യ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പേഴ്സണലി ഐ ലൈക്ക് സാരീസ്, അതുകൊണ്ടൊരു കാര്യം കേട്ടോ. ഐ ലൈക്ക് ടു ചൂസ് സാരീസ് ആൻഡ് ഐ ലൈക്ക് ടു വെയർ സാരീസ് ആസ് ഗുഡ് ആസ്. സോ അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഈ സാരിയെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. സാരി നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ സാറ്റർഡേ സൺഡേ ആയിരിക്കും നമുക്ക് സാരിയുടെ വീഡിയോ ഉണ്ടാകുന്നത്. അതിപ്പം ഓഫർ സെയിൽ സാരീസ് ആണെങ്കിലും അല്ലാത്ത സാരീസ് ആണെങ്കിലും നമ്മൾ സാറ്റർഡേ സൺഡേ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സാരികളുടെ കളക്ഷൻസിലേക്ക് പോകാം. ഇന്നത്തെ സാരികളെല്ലാം നമ്മൾ ഓഫർ സെയിലിൽ ഇടുന്ന സാരികളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, പൊന്നിൻകുടത്തിന് പൊട്ടെന്ന് പറഞ്ഞ പോലെ സാരിയും കിട്ടി, ഓഫർ സെയിലും കിട്ടി, ഫ്രീ ഷിപ്പിങ്ങും കിട്ടി. അപ്പോൾ നമ്മൾ സാരികൾ കാണിച്ചു തരാം. കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂയിഷ് ഷെയ്ഡാണ് വരുന്നത്. വീഡിയോയിൽ കുറച്ച് അധികം ഡാർക്കായിട്ടാണ് വരുന്നത്. നല്ല ഒരു വീവിങ്ങിൽ വരുന്ന കണ്ടോ, നല്ലൊരു അടിപൊളി വീവിങ്ങിൽ വരുന്ന ഇതൊക്കെ എല്ലാം കോപ്പർ വീവാണ് കേട്ടോ. കോപ്പർ ആൻഡ് വൈറ്റ് ത്രെഡ്, ഇത് രണ്ടും കൂടെ ഉള്ള നല്ലൊരു വീവിങ്ങിൽ വരുന്നതാണ് മുന്താണി പാർട്ട് കണ്ടോ. ഫുള്ള് വീവിങ് ആണ് കേട്ടോ. പ്ലെയിൻ ആണ്, നമുക്ക് സാരി പ്ലെയിൻ ആണ് വരുന്നത്. പക്ഷെ ഇത് നമ്മൾക്ക് കളർ ഡാർക്കറാണ്. ഇത്രയും ഡാർക്കർ ഇല്ല, നല്ല പാകത്തിലുള്ള ബ്ലൂവിൽ വരുന്ന സാരിയാണ്. ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഈ സാരി ബ്ലൗസും കൂടെ തയ്ച്ചിട്ടാലായിരിക്കും ഈ സാരിക്ക് ഭംഗി കിട്ടുള്ളൂ. കാരണം ഇതിന്റെ നമ്മൾക്ക് കണ്ടോ, സാരിയുടെ ബ്ലൗസും മുന്താണി നമുക്ക് ഒരുപോലെ കിട്ടും. ഉള്ളിൽ പ്ലെയിനും കൂടെ ആയിട്ട് വരുമ്പം സാരിക്ക് നല്ല ഒരു ലുക്കായിരിക്കും കിട്ടുന്നത്. നോക്കിക്ക്, കോപ്പർ വീവും നമ്മളുടെ വൈറ്റിന്റെ ത്രെഡിന്റെ വീവും കൂടെ കൂട്ടി വീവിങ്ങിലാണ് കണ്ടോ ബ്ലൗസും വരുന്നത്. ഉള്ളിൽ നിങ്ങൾക്ക് കാണരുത്, വീവിങ് ആണ് വരുന്നത് ബ്ലൗസ് കേട്ടോ. കയ്യിൽ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ ബോർഡർ വർക്കും കിട്ടുന്നുണ്ട്. ഇന്നത്തെ സാരികൾ ഞാനിപ്പോൾ ആദ്യം കാണിക്കുന്ന ഈ സാരികളെല്ലാം 699 സാരികളാണ്. 699 വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. നല്ല ജ്യൂട്ടാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ജ്യൂട്ട് മെറ്റീരിയലിൽ വരുന്ന സാരികളാണ്. നേവി ബ്ലൂ ആണ് കളർ കേട്ടോ. നേവി ബ്ലൂ വിത്ത് ഒരു ഗ്രീനിഷ് ഷെയ്ഡിലാണ് നമ്മളുടെ മുന്താണി വരുന്നത് കണ്ടോ. നേവി ബ്ലൂ വിത്ത് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന മുന്താണിയാണ്. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാം സെമി ജ്യൂട്ടിൽ വരുന്ന സാരിയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി പാർട്ട് ഫുള്ള് വരുന്നത്. ബ്ലൗസ് പീസ് സെയിം ആ പ്രിന്റഡിൽ തന്നെ വരും. ഈ ഗ്രീനിൽ നമുക്ക് ബ്ലൗസ് പീസ് കിട്ടും. നമ്മളുടെ മുന്താണി ഏത് കളറിൽ വരുന്നോ അതിലാണ് നമുക്ക് ബ്ലൗസ് പീസ് കിട്ടുക കേട്ടോ. ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ബ്ലൗസ് പീസ് കിട്ടും. ഇങ്ങനെയാണ് ഈ സാരിയുടെ ബ്ലൗസിൻ്റെയും കൂടെ ലുക്ക് വരുന്നത്. ബ്ലൗസും കൂടെ തയ്ച്ചിട്ട് കഴിയുമ്പോൾ സാരി നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിനും നമുക്ക് ബോർഡർ വർക്ക് കിട്ടുന്നുണ്ട്. ബോർഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ വെച്ചിട്ട് തയ്ക്കാം, വെക്കാതെ തയ്ക്കാം, ബോർഡർ ചെറുതാക്കി വെക്കാം, അല്ലെങ്കിൽ ഫുൾ ബോർഡർ വെക്കാം. എങ്ങനെ വേണമെങ്കിലും വെച്ചിട്ട് ബ്ലൗസ് തയ്ക്കാം. നല്ല രീതിക്ക് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. വീവിങ് ആണ് ഫുൾ വരുന്നത്. ഇത് നേവി ബ്ലൂ ആണ് കളർ കേട്ടോ. ബ്ലാക്ക് അല്ല, നേവി ബ്ലൂ ആണ് കേട്ടോ ഇതിൻ്റെ കളറ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഗ്രീൻ ഷെയ്ഡ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്കിതൊരു ബ്ലൂയിലിഷ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് ബ്ലൂ അല്ല, ഇത് ഗ്രീൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ സാരി വാങ്ങിക്കാൻ കേട്ടോ. ഇത് നമ്മളുടെ ഒരു ബോട്ടിൽ ഗ്രീനിൻ്റെ ഒരു കുറച്ചും കൂടെ ഒരു ലൈറ്റ് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. അല്ലാതെ ഇത് ഈ കാണുന്ന ബ്ലൂവേ അല്ല ഇതിൻ്റെ കളറ്. ഇതിൻ്റെ കളർ നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ ഈ കളർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ ശ്രമിച്ചാലും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മളുടെ ഈ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അല്ലാതെ കുറച്ചും കൂടെ ലൈറ്റായിട്ട് അങ്ങനത്തെ ഒരു ഗ്രീൻ ഇല്ലേ, അങ്ങനത്തെ ഒരു ഗ്രീനാണ് കേട്ടോ കളർ. അല്ലാതെ ഇത് ഒരിക്കലും ഇത് നിങ്ങൾ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് കോൺട്രാസ്റ്റിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് നോക്കി ഒരുപോലെ നിങ്ങൾക്ക് ഇതും ബ്ലൂ ആയിട്ട് ഇതിൻ്റെ വേറൊരു ബ്ലൂ, ഇവിടെ വേറൊരു ബ്ലൂ, അങ്ങനെയല്ലേ നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഗ്രീനും ഇത് ഗ്രീനാണ് കേട്ടോ. ഇവിടെ ഗ്രീനും ഇവിടെ നേവി ബ്ലൂവും. ഈ കാണുന്ന കളർ കറക്റ്റാണ് നേവി ബ്ലൂ കളർ. മുന്താണിയിൽ വരുന്ന കളർ നല്ല കറക്റ്റ് കളറാണ് വരുന്നത്. ഇത് പച്ചയാണ് കളർ കേട്ടോ. എന്നിട്ട് ബ്ലൗസ് വീണ്ടും നമ്മൾക്ക് ഇതുപോലെ ബ്ലൂവിൽ കിട്ടും. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഞാൻ ഈ സാരി കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ആകെ ഒരു ബ്ലൂവിൻ്റെ ബഹളമാണല്ലോ എന്ന്. അല്ല, ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ തോന്നുന്നത്, ഇത് ബ്ലൂ അങ്ങനെ തോന്നും. അങ്ങനെയല്ലാതെന്ന് ഞാൻ കറക്റ്റായിട്ട് പറയുന്നു. ഇത് ബ്ലൂവുമായിട്ട് ഒരു സാമ്യവും ഇല്ല. ഇത് ഗ്രീനാണ് കളർ കേട്ടോ. ഗ്രീനിന് നമ്മൾ സീ ഗ്രീൻ എന്നൊക്കെ പറയില്ലേ, സീ ഗ്രീൻ എന്നൊക്കെ പറയുന്ന ഒരു കളറില്ലേ, ആ ഒരു ഗ്രീനാണത് കേട്ടോ. അതിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡാണ് ഇത്. പിന്നെ നമുക്ക് ഗ്രീൻ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത് കണ്ടോ. ഡാർക്ക് ഒരു ഗ്രീൻ ആയിട്ടല്ലേ കിട്ടുന്നത്. പക്ഷെ ഈ ഗ്രീൻ അല്ലാതെ അത് നമ്മുടെ സീ ഗ്രീനിന്റെ ഒരു കളറാണ് അത് കേട്ടോ.
നല്ല അടിപൊളി കളറാണത്. ഇതൊരു ഡാർക്ക് ഗ്രീൻ വിത്ത് ഇതാണ് ബോർഡർ വരുന്നത്. മുന്താണി ഒരു അല്പം ഡിഫറെൻ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഡിസൈനിലാണ് ഡിഫറൻസ് ഉള്ളൂ, വേറെ ഒന്നും ഡിഫറൻസ് ഇല്ല. എല്ലാം വീവിങ് പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ മുന്താണി വരും, ഇങ്ങനെ സാരി വരും. ബ്ലൗസ് പീസ് ഇതുപോലെ പ്രിന്റഡിൽ വരും. ഇങ്ങനെ വരും ബ്ലൗസ് പീസ്. ഈ സാരികളൊക്കെ ഈ ബ്ലൗസ് പീസും കൂടെ തയ്ച്ചിട്ടിട്ട് കൊടുത്താൽ നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ. ഒരു ചെറിയൊരു പാർട്ടിക്ക് പോലും നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് മുഴുവൻ ഇതുപോലെ കണ്ടു ഈ ബുട്ട വർക്ക് കിട്ടും എല്ലാത്തിൻ്റെയും ബ്ലൗസ് പീസിൽ നമുക്ക്. അതുപോലെ കയ്യിൽ വെക്കാനായിട്ട് നമുക്ക് ബോർഡറും കിട്ടും. അതുകൊണ്ട് ഇതൊക്കെ വെച്ച് തയ്ച്ച് കഴിയുമ്പം ഈ സാരിക്ക് നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ. ഇതൊരു സിൽക്കി ഫീലിങ്ങിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. ആക്ച്വലി ഇത് സെമി ജൂട്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽ കേട്ടോ. ഈ സാരികളുടെ എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് 699 ആണ്. ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ. ഇനി നമ്മളുടെ 2 സാരി നോക്കിക്കേ. ഇതാണ് സാരി. ഇതിൻ്റെ മുകളിലെ കളർ കാണുന്നില്ലേ നിങ്ങളൊരു നല്ലൊരു പിങ്കിഷ് അങ്ങനെ ഒരു കളറില്ലേ, ഈ കളർ തന്നെയാണ്. ഇത് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് കണ്ടോ. ഇതിങ്ങനെ മേളിൽ ഇങ്ങനെ ഒരു ബോർഡറും ഇങ്ങനെ ഒരു പാറ്റേണും ഒക്കെ വന്നിട്ട് ഉള്ളിൽ കണ്ടോ ഒരു ലൈറ്റ് ലാവെൻഡർ അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത്. അതിനകത്ത് നിറച്ച് ഇതുപോലെ കണ്ടോ ഒതുങ്ങി നിൽക്കുന്ന പ്രിന്റാണ് കേട്ടോ. ഈ ഒരു സിൽക്കിന്റെ ഒരു പ്രിന്റ് പോലെ നമുക്ക് ഒതുങ്ങി കിട്ടുന്നില്ലേ, ഇത് നല്ല ഒതുങ്ങി നിൽക്കും, തിളങ്ങി മിന്നി നിൽക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇത് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉടുക്കാൻ പറ്റിയ സാരിയാണ്. മുന്താണി ഇതുപോലെ വരും കണ്ടോ. ഇതാണ് ഇതിന്റെ മുന്താണി പാർട്ട് വരുന്നത്. നല്ല ഹെവി ആയിട്ടാണ് മുന്താണി പാർട്ട് വരുന്നത്. എന്നാൽ ഇത് ഒരുപാട് അങ്ങ് മിന്നി തിളങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പും അല്ല. സിംഗിൾ ലെയറിൽ സാരി ഇങ്ങനെയാണ് കണ്ടോ. നമുക്ക് ഒരുപാട് അങ്ങ് തിളങ്ങി നിൽക്കൂല. ഇത് നമുക്ക് നല്ല ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് അങ്ങോട്ട് ഇട്ടാൽ ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഈ സാരി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. കേട്ടോ ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഇതിന്റെ ബ്ലൗസ് പീസും വരുന്നത് കണ്ടോ. ഈ ഒരു പ്രിന്റ് ഈ സെയിം ഒരു ഡിസൈൻ ഇല്ലേ കണ്ടോ. ഇതാണ് ഇതിൽ വരുന്ന ഡിസൈൻ കണ്ടോ. ഇതിപ്പോൾ ഒതുങ്ങി നിൽക്കും, അല്ലാതെ ഈ ഗോൾഡൻ ഒന്നും അങ്ങ് എടുത്തെടുത്ത് കാണിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് അല്ല കേട്ടോ. ഇതാ ഇങ്ങനെ വരും ബ്ലൗസ്. അപ്പോൾ ആ ബ്ലൗസും കൂടെ ഒക്കെ തയ്ച്ചിട്ടിട്ട് ഈ സാരി ഉടുത്താൽ നമുക്ക് നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് ഉടുക്കാവുന്ന സാരിയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ സാരിയുടെ ലുക്ക് വരുന്നത് കേട്ടോ. ഒരു സൈഡിൽ വലിയ ബോർഡറും ഒരു സൈഡിൽ കണ്ടോ ചെറിയ ബോർഡറും, അങ്ങനെ 2 ടൈപ്പ് ബോർഡറാണ് ഇതിന് വരുന്നത് കണ്ടോ. അതിങ്ങനെ വരും സാരി. എന്നിട്ട് ഈ മുന്താണി ബ്ലൗസും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല അടിപൊളി ലുക്കിൽ നിങ്ങൾക്ക് ഉടുക്കാവുന്ന സാരിയാണ് കേട്ടോ. മുന്താണിയും ബ്ലൗസും നമുക്ക് ഓൾമോസ്റ്റ് സെയിമിലാണ് കിട്ടുന്നത് കേട്ടോ. ഒരേ ടൈപ്പാണ് കിട്ടുന്നത്. കയ്യിൽ വെക്കാനായിട്ട് നമ്മൾക്ക് ബോർഡറും വർക്കും എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് സാരി. ഈ സാരിയുടെ റേറ്റ് 699 ആണ്. ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ. ഇനി നമ്മളിപ്പോൾ കാണിച്ച അതേ സാരിയുടെ ഒരു കളർ ചേഞ്ച് ആണ് നമ്മൾ കാണിക്കുന്നത്. ഇതാണ് സാരി. ഇതിന്റെ മേളിലെ ബോർഡർ വർക്ക് ഇതാണ് വരുന്നത്. ബോർഡർ അതിന്റെ മുകളിൽ ചെറുതും താഴെ വലുതുമാണ് കേട്ടോ. മുകളിൽ ചെറിയ ബോർഡർ വന്നിട്ട് ഉള്ളിൽ ഇതാണ്. ഇതിന്റെ ഒരു ഗ്രീനിഷ് കളറാണ് കേട്ടോ. ഈ ബ്ലൂ ശരിക്കും ഇങ്ങനെ ഒരു ബ്ലൂ അല്ല, ബ്ലൂയിഷ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു കളറാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ബ്ലൂ കൂടുതൽ എവിഡന്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയല്ല, ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറാണ് കേട്ടോ. ഒതുക്കി എടുക്കാവുന്ന സാരിയാണ്. ഇത് ഊർന്നു പോകുന്ന സാരിയല്ല, ഇത് ഒരു ജൂട്ടിൽ തന്നെ വരുന്ന അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അല്ലാതെ ഇതൊരു സിൽക്കിന്റെ മെറ്റീരിയൽ അല്ല. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇതൊരു സിൽക്കി മെറ്റീരിയൽ പോലെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഇതിന്റെ ഈ ഒരു വർക്ക് കാരണമാണ് നമുക്കത് തോന്നുന്നത്. ഇത് ആക്ച്വലി ഇത് സിൽക്ക് അല്ല മെറ്റീരിയൽ. ഇത് സാരി ഉടുത്തൊക്കെ കഴിയുമ്പോൾ സാരിയുടെ ഒരു ഔട്ട്ലുക്ക് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. ഞാനിപ്പോൾ നന്നായിട്ടല്ല വെച്ചിരിക്കുന്നത്, ജസ്റ്റ് നിങ്ങളെ ഒന്ന് വെച്ച് കാണിച്ചു തന്നതാണ്. ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമുക്ക് മുന്താണി ഇതുപോലെ കിട്ടും കേട്ടോ. മുന്താണി ഇതാണ് വരുന്നത്. അങ്ങനെ തെറിച്ചൊന്നും നിൽക്കത്തില്ല കേട്ടോ. നല്ലത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ലേ, നല്ല ഒതുങ്ങി നിൽക്കത്തേ ഉള്ളൂ. എന്നാൽ സൈഡിൽ നല്ലൊരു ബോർഡർ നമുക്ക് കിട്ടുന്നുമുണ്ട്. ബ്ലൗസ് പീസ് മുന്താണിയുടെ പോലെ തന്നെ നമുക്ക് ബ്ലൗസ് പീസ് ഫോളോ ചെയ്യും. ഇത് തന്നെയാണ് ബ്ലൗസ് പീസ് കിട്ടുന്നത്. ഇങ്ങനെ വരും കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ നമുക്ക് ഈ ബ്ലൗസും ഒക്കെ തയ്ച്ചിട്ട് വരുമ്പോഴത്തേക്കും സാരിയുടെ ലുക്ക് ഇങ്ങനെ വരും. ഇതാണ് സാരിയുടെ ലുക്ക്. നല്ലൊരു അടിപൊളി സാരിയാണ്. ഈ ഒരു റേറ്റിനൊക്കെ നമുക്കൊരു ചെറിയ ഫംഗ്ഷനൊക്കെ ഉടുത്തുകൊണ്ട് പോകാൻ പറ്റിയ സാരിയാണ്. എന്നാൽ പിന്നെ ഇത് അങ്ങോട്ട് തിളങ്ങി തെറിച്ച് നിൽക്കുന്ന ഒരു സാരിയുമല്ല കേട്ടോ. ചിലതിന് നമ്മളിങ്ങനെ വില കുറഞ്ഞ സാരികളൊക്കെ നോക്കുമ്പം ഈ ഒരു കസവിനും ഇതിനും ഒക്കെ ഒരു വല്ലാത്ത വെട്ടി തിളങ്ങുന്ന പോലെ തോന്നും. അത് നമുക്ക് എവിടെയും കൊടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇത് അങ്ങനത്തെ സാരിയല്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ലേ, ഇത് അങ്ങനെ തിളങ്ങിയൊന്നും നിൽക്കത്തില്ല കേട്ടോ. ഇതുപോലൊരു എന്താ പറയേണ്ടത്, ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു കസവല്ല, ഇതൊരു ത്രെഡ് പോലെ ഒരു വർക്കാണ് വരുന്നത്. അതുകൊണ്ട് ഇതിന് മിന്നൽ കുറവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 699 ആണ്. ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ്. ഇനി നമ്മളുടെ കയ്യിൽ ഒരു സാരി ഉള്ളത് ഇതാണ്. ഇതൊരു സെമി ലിനനിലൊക്കെ വരുന്ന സാരിയാണ് കേട്ടോ. സെമി ലിനനിലൊക്കെ വരുന്ന സാരിയാണ്. ഇത് സാരി സിംഗിൾ ലെയറിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ.
ഇത് ഭയങ്കര ഡാർക്കായിട്ട്, നല്ല ഡാർക്കായിട്ടാണ് വരുന്നത്. ഇത്രയും ഡാർക്കല്ല, ഇതൊരു ഡാർക്ക് സ്കൈ ബ്ലൂ അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് അതിൽ കൂടുതൽ ഡാർക്കല്ല. വീഡിയോയിൽ വല്ലാണ്ട് ഈ കളറൊക്കെ നമുക്ക് അങ്ങനെ കാണുള്ളൂ. അതുകൊണ്ടാണ് ഉള്ളിലത്തെ പ്രിന്റ് ഇതാണ്, ഒരു കലംകാരി പ്രിന്റാണ് ഇതിന്റെ ഉള്ളിൽ ഫുള്ള് ഫോളോ ചെയ്യുന്നത്. കണ്ടോ, അതാ ഇങ്ങനെ വരും സാരി. ഇതിന്റെ മേളിൽ നോക്കിക്കുക, ഒരു ചെറിയൊരു കസവിന്റെ ഒരു വീവിങ് പോലെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കസവിന്റെ വീവിങ് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കലംകാരി പ്രിന്റാണ് വരുന്നത്. പിന്നെ സാരിയുടെ ഇപ്പുറത്തെ സൈഡിൽ ഇതേ ബോർഡറാണ് നമുക്ക് കിട്ടുന്നത്. സാരിയുടെ വ്യൂ ഏകദേശം ഇങ്ങനെ ഇരിക്കും. സാരി ഉടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂവിലാണ് നമുക്ക് സാരി കിട്ടുക. മുന്താണി പാർട്ട് ഇതുപോലാണ് വരുന്നത്. ഇതാണ് മുന്താണി പാർട്ട്. ഒരു ലൈൻ പാറ്റേണിലാണ് നമുക്ക് മുന്താണി കിട്ടുന്നത്. ബ്ലൗസ് പീസ് നമ്മൾക്ക് ഇതുപോലാണ് കിട്ടുന്നത്. കണ്ടോ, ഒരു പ്രിന്റ് ഇതിനകത്ത് പോകുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഒരു പ്രിന്റ്സ് ഇതിനകത്ത് പോകുന്നുണ്ട്. എന്നിട്ട് കയ്യിൽ വെക്കാനായിട്ട് ഈ ബോർഡറും കൂടെ വെക്കാൻ പാകത്തിനാണ് നമുക്ക് ബ്ലൗസ് പീസ് കിട്ടുന്നത്. അപ്പോൾ ഈ സാരിയുടെ ലുക്ക് ഇങ്ങനെയാണ്. ഈ സാരിയുടെ റേറ്റ് വരുന്നത് വെറും 499 രൂപയാണ്. ഷിപ്പിംഗ് ചാർജ് ഫ്രീയുമാണ് കേട്ടോ. ഇതാണ് സാരി. ഇതുപോലെ തന്നെ സെമി ലിനനിൽ തന്നെ ഒരു ബാന്ധിനി പ്രിന്റ് വരുന്ന സാരിയാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നമ്മൾക്ക് ഈ കളർ കിട്ടുന്നത് ബ്ലൂ ആണ്. പക്ഷെ ഇതൊരു ഗ്രീനിഷ് കളറാണ് കേട്ടോ. ബ്ലൂ അല്ല ഇതിന്റെ കളർ, ഒരു ഗ്രീനിഷ് കളറാണ്. ബാന്ധിനി പാറ്റേൺ ആണ് ഫുള്ള് പോകുന്നത്. കണ്ടോ, ഇങ്ങനെ ബാന്ധിനി സ്റ്റൈലിലാണ്. സൈഡിൽ നമുക്കത് കലംകാരി ബോർഡർ ആണ് കിട്ടുന്നത്. കണ്ടോ, ബോർഡർ കലംകാരിയാണ്. ഞാനിപ്പോൾ ഇത് 1 ലെയറിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 1 ലെയറിലാണ്. കണ്ടോ, സിംഗിൾ ലെയറിലാണ് ഞാനിപ്പോൾ ഇതിട്ടിരിക്കുന്നത്. ഇതുപോലാണ് സാരിയുടെ ലുക്ക് വരുന്നത്. ഇതാണ് മുന്താണി പാർട്ട്. കണ്ടോ, കലംകാരി പ്രിന്റ് ഫുള്ള് മുന്താണി പാർട്ടിലും ഇങ്ങനെ തന്നെ കലംകാരി പ്രിന്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെയാണ് മുന്താണി പാർട്ട് വരുന്നത്. തുമ്പിൽ ടാസിൽസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ഫുള്ള് ഇതുപോലുള്ള പ്രിന്റ്, ഈ ബാന്ധിനി പാറ്റേണിൽ വരുന്ന പ്രിന്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ബ്ലൗസ് പീസ് കിട്ടുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, ഇതാണ് ഇതിന്റെ ബ്ലൗസ്. ബ്ലൗസ് പീസ് ഇങ്ങനെ ഒരു ചെറിയ ബൂട്ട വർക്കിൽ ഒരു ബാന്ധിനി പാറ്റേണിൽ തന്നെയാണ് നമുക്ക് ബ്ലൗസ് പീസും കിട്ടുന്നത് കേട്ടോ. ഇതാണ് ബ്ലൗസ്. ഇങ്ങനെയാണ് സാരിയുടെ ഔട്ട്ലുക്ക് വരുന്നത്. ഈ സാരിയുടെ റേറ്റ് 499 തന്നെയാണ്. ഇതിന്റെ ഈ കളർ ഗ്രീനിഷ് ആണ് കേട്ടോ. കുറച്ച് ഇതുപോലെ ഫുൾ ബ്ലൂ അല്ല, ഗ്രീനിഷ് കളർ, ഗ്രീനിഷ് ഒരു കളറാണ് വരുന്നത്. ഇനി നമ്മളുടെ കയ്യിലുള്ള ഒരു സാരി ഇതാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഈ സാരിയിൽ. ഇതൊരു ഒരു ബേജ് കളറാണ് ഇതിന്റെ കളർ വരുന്നത്. ഈ വർക്ക് നിങ്ങളൊന്ന് ക്ലോസറിൽ കണ്ടോളൂ. ഇതുപോലൊരു വർക്കാണ് വരുന്നത്. ഇതിന്റെ സ്റ്റോൺ ഒന്നും ഇളകിയൊന്നും പോകത്തില്ല കേട്ടോ. ഒരെണ്ണം പോലും ചാടി പോകത്തില്ല. അത് അങ്ങനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഫുൾ ഇങ്ങനത്തെ ഒരു വർക്കാണ് ഇതിനകത്ത് വരുന്നത്. ഇതുപോലാണ് സാരിയുടെ വ്യൂ വരുന്നത്. ഉള്ളിലും ഇതുപോലെ ഫുള്ള് വർക്കാണ് പോകുന്നത്. ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ മുകളിൽ ഇടുമ്പോൾ ഇത് കാണാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ ഒരു എന്താണ് പറയേണ്ടത്, കുറച്ചൊരു ക്രേപ്പിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയലാണ്. കണ്ടോ, തീരെ ഷിഫോൺ പോലെ അങ്ങനെ കനവില്ലാത്ത മെറ്റീരിയൽ അല്ല. കണ്ടോ, ഒരു ക്രേപ്പിൻ്റെ മെറ്റീരിയലും കൂടെ മിക്സ് ആയിട്ട് ഇത്തിരി ഒരു പിടുത്തമുള്ള ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെ വരും സാരി. കണ്ടോ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ പ്രിന്റ് ഇങ്ങനെ പോകും. കണ്ടോ, ഇങ്ങനെയാണ് ഉള്ളിൽ വരുന്നത്. രണ്ട് സൈഡിലും ഇതുപോലത്തെ വർക്ക് വരും. ഇതുപോലാണ് ഈ സാരി ഫുൾ ഫോളോ ചെയ്യുന്നത്. ഇതിന്റെ തുമ്പത്ത് നമ്മളുടെ മുന്താണി പാർട്ടിലും ഈ ബോർഡറിൽ വന്ന അതേ വർക്ക് തന്നെ ഈ മുന്താണി പാർട്ടിലും ഫോളോ ചെയ്യും കേട്ടോ. നമുക്കിപ്പോൾ ഈ പള്ളി, അമ്പലം അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഉടുക്കാനായിട്ട് ഈ സാരി നല്ല ആപ്റ്റാണ് കേട്ടോ. ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ വരുന്നത്. ഇതിപ്പോൾ ഞാൻ സിംഗിൾ ലെയറിലാണ് വെച്ചിരിക്കുന്നത്. സാരിയുടെ ഒരു വ്യൂ ഏകദേശം ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ ഉടുത്ത് വരുമ്പം. പിന്നെ സാരിയുടെ ബോഡി ഫുള്ള് നമ്മൾക്ക് ഇങ്ങോട്ട് വരുമ്പോഴും ഈ പ്ലേറ്റ്സിന്റെ ഭാഗത്ത് നമുക്ക് ഇവിടെ പ്ലെയിൻ കിട്ടും. കണ്ടോ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയില്ലേ, അധികം എന്താണ് ഭയങ്കര നൈസായിട്ടുള്ള മെറ്റീരിയൽ അല്ല കേട്ടോ. ഇത് കുറച്ചൊരു പിടുത്തമുള്ള ഒരു ക്രേപ്പ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് അങ്ങനെ ഉടുക്കുമ്പോൾ അധികം അങ്ങോട്ട് ലൂസായിട്ട് ചാടിപ്പോകുന്ന അങ്ങനത്തെ അല്ല. താഴെ ഒരു ഹാഫ് പോർഷൻ്റെ താഴെ പ്ലേറ്റ്സിലാണ് നമുക്ക് ആ പ്രിന്റും ബോർഡറും ഒക്കെ കിട്ടുന്നത് കേട്ടോ. താഴെ ഭാഗത്ത് ഹാഫ് പോർഷൻ പ്ലെയിൻ ആയിട്ട്, പ്ലേറ്റിന്റെ ഭാഗത്ത് അങ്ങനെയാണ് കിട്ടുന്നത്. എന്നിട്ട് ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതിന്റെ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ തയ്ക്കണമെന്നുണ്ടെങ്കിൽ ബ്ലൗസ് പീസ് അവർ പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കയ്യിൽ വെക്കാനായിട്ട് ഈ ബോർഡറും ഉണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് തയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇതിൽ ഏതെങ്കിലും ഒരു കളറില്ലേ, ഈ ലൈറ്റ് കളേഴ്സിൽ ഏതെങ്കിലും ഒരു കളർ ഇട്ടിട്ട് നമുക്ക് ഈ ബ്ലൗസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്ന ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടിട്ട് കൊടുക്കാം. ബ്ലൗസ് പീസ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് കേട്ടോ.
അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ കയ്യിൽ ഇന്ന് സാരികളുള്ളത്. ഈ സാരിയുടെയും റേറ്റ് വരുന്നത് 499 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ സാരികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ബുക്ക് ചെയ്തോളാം. മറ്റൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.